الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നാം പുതിയ ഒരു വർഷത്തിലാണ് ജീവിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നീട്ടിത്തന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം, പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പത്രങ്ങളിൽ ഒരു ഫുൾ പേജ് പരസ്യമായി അല്ലെങ്കിൽ ഫുൾ പേജ് മുഴുവനായി വരാറുള്ള ഒരു കോളം, അത് മരണകോളമാണ്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിക്കൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലും പുറത്തുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നും ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ടാവും. അവരെല്ലാവരും നമ്മളെപ്പോലെ
ഈ ഭൂമിയിൽ ജീവിച്ചവരെന്നാണ്. സ്വന്തം വീടുകളിൽ സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടി കിടന്നുറങ്ങി തിന്നും കുടിച്ചും മതിച്ചും കളിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയിരുന്നവർ. വലിയ ആഗ്രഹങ്ങൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ വിധി, ആ അജൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം ഒരു വിട അത് നിർബന്ധമാണ്. അത് നടപ്പിലാവുക തന്നെ ചെയ്യും. ഒരു പുതുവത്സരത്തെ സംബന്ധിച്ച്, പുതുവർഷത്തെ സംബന്ധിച്ചൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് സമൂഹം ആഘോഷങ്ങളിലൂടെ തിമർപ്പിലാണ്. അതിൻ്റെ ഇടയിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഈ പള്ളിയിലെ ഉസ്താദുമാർക്ക് വേറെ ഒന്നും പറയാനില്ലേ, കുറെയൊക്കെ ഒരു അടിച്ചുപൊളിയൊക്കെ വേണ്ടേ? ജീവിതം എന്ന് പറയുന്നത് ആനന്ദിക്കാനുള്ളതല്ലേ, ആഹ്ലാദിക്കാനുള്ളതല്ലേ എന്നൊക്കെ തന്നെയാണ്. നമ്മുടെ നാടുകളിൽ പുതുവർഷം ആഘോഷിക്കൽ, അതിൻ്റെ ഒരു രീതി നമുക്കറിയാം. പടക്കം പൊട്ടിച്ചും കുടിച്ച് കൂത്താടിയുമൊക്കെയാണ് ഓരോരുത്തർ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരായുസ് കൂടെ നമുക്ക് ഈ ദുനിയാവിൽ ലഭിക്കുമ്പോൾ അതിനെ ആഘോഷിക്കാറുള്ളത്. നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണകൂടം പുതുവർഷത്തിന്റെ തലേ ദിവസം അന്ന് രാത്രി 12 മണി വരെ ബിവറേജ് കോർപ്പറേഷനുകൾ തുറക്കാനുള്ള അനുവാദം കൊടുത്തു എന്നാണ്. 10 മണിക്ക് പൂട്ടുന്ന മദ്യഷാപ്പുകളൊക്കെ രാത്രി 12 മണി വരെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഓപ്പണാക്കാൻ വേണ്ടി അനുവാദം കൊടുത്തു. നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്, മെനഞ്ഞാന്ന് ഈ 2026 പ്രവേശിക്കുന്ന ആ ദിവസത്തിൽ കേരള ജനത കുടിച്ചു തീർത്തത് 125.64 കോടിയുടെ മദ്യമാണ്. മുൻ വർഷത്തേക്കാൾ ഒന്നുകൂടെ മേലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ നമ്മുടെ ജീവിതം സത്യത്തിൽ നമ്മൾ ആനന്ദത്തിലാക്കുകയാണോ, ആഘോഷിക്കുകയാണോ, അതോ സ്വയം നശിക്കുകയാണോ? നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണിത്. ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനുള്ള ഒരു വീട്ടിലുള്ള അവസ്ഥ എന്താണ്? ആ കുടുംബത്തിന് പോലും സമാധാനമില്ലാത്ത ഒരു സാഹചര്യം സംജാതമാക്കുന്ന ലഹരികൾ, അതിനുവേണ്ടി പ്രത്യേകമായി പ്രോത്സാഹനം നൽകുന്ന ഭരണകൂടവും ആളുകളും ഒക്കെ ആകുമ്പോൾ, ഇത് താല്പര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മിപ്പിക്കൽ, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ശരിക്കും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഒരു പുതിയ ന്യൂ ഇയർ അഥവാ ഒരു പുതു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു ആനന്ദമായി തീരുന്നത്, അത് ആഘോഷമായി തീരുന്നത് സത്യത്തിൽ ആർക്കാണ്? എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്കാണ് ഒരു പുതുവത്സരം ആഘോഷിക്കാനുള്ള അവസരമുള്ളത്. അതിന് തെളിവായി എനിക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഫ്വാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ജനങ്ങളിൽ ഉത്തമനായിട്ടുള്ള ആൾ, ഭാഗ്യവാനായ ആൾ ആരാണ്? മൻ ത്വാല ഉംറുഹു, തന്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ച് കിട്ടിയവനാണ്. ആ ആയുസ് വർദ്ധിച്ചു കിട്ടി എന്ന് മാത്രമല്ല, വഹസുന അമലുഹു,
അയാൾ തൻ്റെ കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തു. ഇത് തന്നെയല്ലേ ഒരു ഭാഗ്യം? ഞാൻ സൂചിപ്പിച്ചു ആമുഖമായി, ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 2026 വർഷത്തിലേക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയെങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരു വർഷത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്, ഒരു വിശ്വാസി പ്രതീക്ഷ വെക്കേണ്ടത്, കഴിഞ്ഞു പോയ ഒരു വർഷത്തിനിടയിൽ എനിക്ക് എന്തൊക്കെ കുറവുകളാണോ എൻ്റെ കർമ്മങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്, അതിന് പരിഹാരമായി കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയാണ് ഞാൻ കാഴ്ചവെക്കേണ്ടത് എന്നാണ്. അതിനനുസൃതമായ ഒരു പ്രവർത്തനങ്ങൾ തന്റെ കർമ്മങ്ങളിൽ കൂടുതൽ ഉത്സാഹത്തോടു കൂടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്റെ മനസ്സും ശരീരവും മാറ്റിവെക്കുമ്പോ അവനല്ലേ ഭാഗ്യവാൻ, അവനല്ലേ സത്യത്തിൽ പുതുവർഷം ആഘോഷിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ 2 ആളുകളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടു. അതിലൊരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, രണ്ടാമത്തെയാൾ ഒരു വർഷം കൂടെ വീണ്ടും ജീവിക്കുകയും ഒരുപാട് കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് സാദാ മരണം കൈവരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് ഇവരിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ ആയുസ്സിൽ വർധനവ് ലഭിച്ചുകൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച, ഒരു വർഷം കൂടെ കൂടുതൽ ജീവിച്ചവനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ, ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ അല്ലേ ഭാഗ്യവാന്മാർ? ആ നമ്മൾ സത്യവിശ്വാസികളും അതിനനുസരിച്ചുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ അവനാണ് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭാഗ്യവാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് മദ്യങ്ങളുടെയും ലഹരികളുടെയും രാത്രി പാതിരാവുകളിൽ ഉറക്കമില്ലായ്മയുടെയും പേരിൽ റോഡുകളിലും അങ്ങാടികളിലും പേക്കൂത്തുകൾ നടത്തുന്ന ആളുകൾക്ക് എന്തർഹതയാണ് ഒരു പുതുവർഷം ആഘോഷിക്കാനുള്ളത്? കേവലം ഭൗതികപരമായ ചില സുഖങ്ങളുടെ മാത്രം കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഏത് നിലയിലാണ് ഒരു പുതുവർഷത്തിന്റെ മേന്മ പറയുവാൻ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു, ഏത് നിമിഷവും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകേണ്ടവരാണ് ഞാനും നിങ്ങളും. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് റബ്ബിന്റെ അരികിൽ സംതൃപ്തമായ ഒരു മരണത്തെ സംബന്ധിച്ചാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ കരയുമെങ്കിലും നമ്മൾക്ക് ചിരിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മരണം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ മരണത്തെ സംബന്ധിച്ച് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ അതികഠിനമായ വേദനയ്ക്ക് അവൻ വിധേയനാകും. മരണവേദന ഏതൊരു മനുഷ്യനും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ട ഒരു സംഭവം, ഒരു മനുഷ്യന്റെ റൂഹ് വേർപ്പെടുന്ന അതിനൊരു ഉപമ ഒരാൾ പറഞ്ഞത് കേട്ടപ്പോ വല്ലാതെ ഹൃദ്യമായി തോന്നി. ഒരു മനുഷ്യന്റെ നഖത്തിന്റെ ഉള്ളിലേക്ക് ഒരു മുട്ടുസൂചി കുത്തിക്കയറ്റുമ്പോൾ അയാൾ അനുഭവിക്കുന്ന അതികഠിനമായ വേദനയുണ്ടല്ലോ, ആ വേദന ആ നഖത്തിന്റെ ഭാഗത്തുള്ള അയാളുടെ റൂഹ് വേർപ്പെടുന്നതാണ്. ഈ രൂപത്തിൽ നമുക്ക് സഹിക്കാനാവാത്ത വേദന ശരീരത്തിൽ മുഴുവനും വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് ഒരു മനുഷ്യന്റെ റൂഹ് തന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്ന വല്ലാത്തൊരു സാഹചര്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അതികഠിനമായ മരണവേദനയ്ക്ക് വിധേയനായവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അതികഠിനമായ വേദനയുണ്ട്. ഈ വേദന സഹിച്ചുകൊണ്ട് തന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വാനലോകത്ത് നിന്നും മാലാഖമാർ ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് സന്തോഷമരുളുകയാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല,
വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗ്ഗമുണ്ട് നിങ്ങൾക്ക്, പിന്നീട് എന്താണ് നിങ്ങൾക്ക് വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന സാഹചര്യം സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് മാത്രം ലഭിക്കുന്ന ആ ഒരു സൗഭാഗ്യമാണ്. സഹോദരങ്ങളെ, ഈ ഒരു മരണമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിത രീതിയെ നോക്കിയല്ല അയാളുടെ അവസാനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നല്ല നല്ല പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിലും, പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസമില്ലാത്ത, പരലോക ബോധമില്ലാത്ത, ആ നിലയിൽ താൻ തോന്നിയായി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അയാളെ സംബന്ധിച്ച് നമ്മൾക്ക് എന്തു പറയാൻ കഴിയും? അള്ളാഹുവിനറിയാം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, മൻ ആഖിറു കലാം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ തീർച്ചയായും അയാൾക്ക് സ്വർഗമുണ്ട്, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ്. ഒരാളുടെ ജീവിതത്തിന്റെ നാട്ടിലുള്ള പെരുമാറ്റമോ വീട്ടിലുള്ള സ്വഭാവ രീതികളോ ഒന്നും നോക്കിയല്ല നമ്മൾ ആ മനുഷ്യന് നല്ലവനെന്നോ ചീത്തയെന്നോ പറയാൻ ഉള്ളത്. മറിച്ച് അയാളുടെ അന്ത്യനിമിഷങ്ങൾ ഏത് നിലയിലാണ് എന്ന് നോക്കിയായിരിക്കണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലവനാണെന്ന് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ടാണല്ലോ മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വല്ലാതെ പ്രയാസത്തിലാകും. മരണത്തിന്റെ കൊടൂരമായ വേദന ആ മനുഷ്യൻ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ്. നിങ്ങൾ ആ മനുഷ്യനെ ഉത്ബോധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. കാരണം ആ മനുഷ്യന്റെ അന്ത്യ നിമിഷം അവസാനം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതത്തിൽ അതിന്നും വേർപ്പെടുന്നതെങ്കിൽ അയാൾ രക്ഷപ്പെട്ടവനായി. നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചവൻ, അതിനനുസൃതമായ പ്രവർത്തനങ്ങളും വാക്കുകളും തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നവൻ, ആ നിലയിലാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അവന് തന്റെ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണെങ്കിൽ അല്ലാഹു വാഗ്ദാനമാണ് നൽകുന്നത്. നന്ദിയോടുകൂടി ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയായിരിക്കണമെന്നാണ് വിശ്വാസികളെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോ അതിനിടയിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ കാര്യം അപകടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നല്ലോ, 100 പേരെ കൊന്ന ഒരു മനുഷ്യൻ തന്റെ അവസാന നാളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ആ നിലയിൽ ആ മനുഷ്യൻ അന്ത്യശ്വാസം വലിച്ചു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, ഒരു സൽക്കർമ്മം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു ആ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുകയും അയാൾക്ക് അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, അയാളൊക്കെ നല്ല മനുഷ്യനല്ലെങ്കിൽ മറ്റാരാണ് നല്ല മനുഷ്യർ? അയാളുടെ പ്രവർത്തനം കണ്ടുകൂടെ? അയാളുടെ പെരുമാറ്റം കണ്ടുകൂടെ? വേഷം കണ്ടുകൂടെ? അയാളുടെ ജീവിത രീതി കണ്ടുകൂടെ? ഈ നിലയിലൊക്കെ ചില ആളുകളെ നമ്മൾ വിലയിരുത്താറുണ്ട്. അയാൾ അല്ലാഹുവിന്റെ വലിയാണെന്ന് ചില ആളുകളെ സംബന്ധിച്ച് പറയാറുണ്ട്. അവരൊക്കെ നല്ല മനുഷ്യരല്ലെങ്കിൽ മറ്റാരാണ് സ്വർഗത്തിലുള്ളത് എന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ വീമ്പ് പറയാറുണ്ട്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സ്വർഗത്തിലും നരകത്തിലുമാക്കുവാനുള്ള അവകാശം ആരാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് വലിയ വലിയ അത്ഭുതകരമായ ചില സംഭവങ്ങൾ കാണിക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ ശിഷ്യനായിരുന്ന ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ഒരു സന്ദർഭത്തിൽ, ആ സാഹചര്യം അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്.
അപ്പോൾ ഉമ്മുൽ അലാ എന്ന് പറയുന്ന മഹദിയായ ഒരു സ്ത്രീ അവർ പറഞ്ഞു, ഉസ്മാൻ താങ്കൾ എത്ര നല്ല മനുഷ്യനാണ്, ഹനീഅൻ ലകൽ ജന്ന യാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊനെ താങ്കൾക്ക് സ്വർഗം എന്നുള്ള ആ ഒരു മംഗളം, സ്വർഗത്തെ കൊണ്ട് മംഗളാശംസിക്കുകയാണ് ഞാൻ എന്ന് അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ വിലയിരുത്തിക്കൊണ്ട് ഒരു സ്ത്രീ പറയുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫനളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദബാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം ദേഷ്യത്തോടുകൂടി ആ പെണ്ണിന്റെ നേരെ നോക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ യുദ്രീകി, എന്ത് തെളിവാണ്, എന്താണ് നിനക്ക് ഉസ്മാൻ ഇബ്നു മദ്ഊൻ സ്വർഗ്ഗത്തിലാണെന്നുള്ളതിന് എന്ത് തെളിവാണ് നിനക്ക് ലഭിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് നമുക്കാർക്കും ഒരു സംശയവുമില്ല. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരാൾ ഒരു വാക്ക് പറഞ്ഞപ്പോ അത് പറയണമെങ്കിൽ അള്ളാഹു അറിയിച്ചതിന്റെ പ്രകാരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്ന ആ വ്യക്തികൾ മാത്രമേ സ്വർഗത്തിലാണ് എന്ന് ഒരാൾക്ക് പറയുവാൻ സാധ്യമാവുകയുള്ളൂ. അത് പറയാതെ മറ്റൊരാൾ അയാളെ സംബന്ധിച്ച് വിലയിരുത്തിയത് കണ്ടപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊനെ സംബന്ധിച്ച് ആ മഹദി പറഞ്ഞത് ഉടനെ തിരുത്തുകയാണ്. വമായുദ്രീകി, എന്ത് തെളിവാണ് നിന്റെ അടുത്തുള്ളത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫാരിസുക വസ്വാഹിബുക, അങ്ങയുടെ അശ്വഭടനായിരുന്നു അദ്ദേഹം തങ്ങളുടെ സഹാബിയാണ്, സഹവാസിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ജീവിത രീതി നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, വല്ലാഹി ഇന്നി റസൂലുള്ളാഹ്, അല്ലാഹുവാണ് സത്യം, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, വമാ അദ്രി മാ യുഫഅലു ബി, എന്നെ കൊണ്ട് എന്റെ റബ്ബ് എന്താണ് ചെയ്യുക എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഅഷ്ഫഖന്നാസു അലാ ഉസ്മാൻ, ജനങ്ങൾക്ക് വല്ലാത്ത ബേജാറായി പോയി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം. സഹോദരങ്ങളെ, അദ്ദേഹം നല്ല സ്വാലിഹായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇത്തരം വാക്കുകൾ നമ്മൾ പറയുമ്പോ ഒരാള് വിലക്കെട്ടേണ്ടത് അയാളുടെ ജീവിത രീതി കണ്ടല്ല, മറിച്ച് ആ മനുഷ്യന്റെ അവസാനം ഏത് നിലയിലാണ് എന്ന് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ. ഒരു തെമ്മാടിയായി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിലും അയാളുടെ അവസാന സമയങ്ങളിൽ അയാൾ തൗബ ചെയ്തു ആ നിലയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞവനാണെങ്കിൽ തീർച്ചയായും നമുക്ക് അയാളെ സംബന്ധിച്ച് ഒന്നും മോശകരമായി പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളെ കുറിച്ച് പ്രത്യേകം നമുക്ക് വലിയ പദവി ചാർത്തി കൊടുക്കാനും പാടില്ല. ഇന്നയാള് സ്വർഗത്തിലാണ്, ഇന്നവരൊക്കെ സ്വർഗത്തിലാണ് എന്നുള്ള വാക്കുകളൊന്നും പറയാൻ ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ച് പോലും ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തുകയാണ്, അങ്ങനെ പറയാൻ അവകാശമില്ല, അത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകിയ ആയുസ്, ആ ആയുസ്സിനെ ഏത് നിലയിലാണ് നമ്മൾ ഫലപ്രദമാക്കുന്നത്? റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സഹാബി ധീരമായി യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹാബത്ത് പറഞ്ഞു, സ്വർഗത്തിലേക്ക് കുതിക്കുന്നു ആ മനുഷ്യൻ. അള്ളാഹുവിന്റെ ദൂതർ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അയാൾ നരകത്തിലേക്കാണ് പോകുന്നത്. അത്ഭുതപ്പെട്ടു പോയി സഹാബത്ത്. പ്രവാചകനിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ ധാരാളം മുറിവ് പറ്റി അയാൾ തന്റെ ശരീരത്തിൽ ഒരു കത്തിയിലേക്ക് ശരീരത്തെ വീണുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലാത്ത മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലാത്ത ഹാറൂനെ പോലെ, നമ്രൂദിനെ പോലെ, ഹാറൂനെ പോലെ, ഫിർഔനിനെ പോലെയുള്ള ധിക്കാരികളായ ആളുകളെ സംബന്ധിച്ച് അബൂജഹലിനെ പോലെ ലഅനത്തുല്ലാഹി അലൈഹിം നമുക്ക് പറയാം, അവരൊക്കെ നരകത്തിന്റെ ആളുകളാണ്. ഇന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ ആളുകളാണെന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം. അല്ലാതെ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പദവിയോ ശ്രേഷ്ഠതയോ സ്വർഗ നരകമോ ഒന്നും വിധിക്കാൻ അവകാശമില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു വർഷത്തേക്കുള്ള ആയുസ്സിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും സ്വർഗവുമാണ്
ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ തെമ്മാടികളായി കുടിച്ചു കൂത്താടി ആ രാത്രി പോലും വീട്ടിലേക്ക് വരാത്ത രൂപത്തിലുള്ള ജീവിത രീതികളിലൂടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നവന് എന്ത് അവകാശമാണ് ഒരു പുതുവർഷം ആഘോഷിക്കുവാനുള്ളത് എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇതൊരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമാണ്. തൂബ ലിമൻ ത്വാല ഉംറുഹു, തന്റെ ജീവിതത്തിൽ ഒരു വർഷം ആയുസ് ലഭിച്ച വിശ്വാസിക്കാണ് അല്ലാഹുവിന്റെ റസൂൽ മംഗളം ആശംസിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മംഗളാശംസ ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അങ്ങനെയുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. قولوا قولي هذا واستغفر الله لي ولكم وعن جميع المسلمين واستغفروه إنه هو الغفور الرحيم.